ഫീസ് കുറയ്ക്കുന്ന കാര്യം പരിഗണനയിൽ ഇല്ലെന്ന് ഫസൽ ഗഫൂർ. എന്നാൽ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്നും MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ പറഞ്ഞു. ഇപ്പോൾ ഫസൽ ഗഫൂർ തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഫസൽ ഗഫൂർ, ഒരുപക്ഷെ ആദ്യം വാർത്തകൾ വന്നിരുന്നത് ഫീസ് കുറയ്ക്കാൻ മാനേജ്മെന്റ് തയ്യാറാണ് എന്ന് ഉള്ള ഒരു തലത്തിലായിരുന്നു. മറിച്ച് ഫീസ് കുറയ്ക്കുകയല്ല, പാവപ്പെട്ടവർക്ക് ഒരു സ്കോളർഷിപ്പ് എന്ന തലത്തിൽ അത്തരത്തിൽ ഒരു കുറവ് ഉണ്ടാകും അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നൽകും എന്നുള്ളതാണോ താങ്കളുടെ തീരുമാനം? ഇത് ഒരു ന്യൂസ് ചാനലിൽ എന്നോട് ചോദിക്കുന്നത് 2.5 ലക്ഷം രൂപ വളരെ കൂടിയ ഫീസാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആർക്ക് കൂടിയ ഫീസാണ്? അല്ല, അങ്ങനെ കൂടിയ ഫീസുള്ള വളരെ ചില പാവപ്പെട്ട ആൾക്കാർ വന്നേക്കാം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഏതെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥി വന്നിട്ടുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ കൊടുക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ MES സ്കോളർഷിപ്പ് കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അല്ലേ? അതാണ് അതിന്റെ പശ്ചാത്തലം. അതിനെ ഇപ്പോ ഒരു നിർദ്ദേശമായി ചിത്രീകരിച്ചുകൊണ്ട് ചാനലുകളിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? ആ നിർദ്ദേശം വേണത്തെ നിർദ്ദേശമായിട്ട് എടുത്തുകൊണ്ട് അസോസിയേഷന് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തിലുള്ളവർക്ക് ചർച്ച ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു നിർദ്ദേശമായിട്ട് എടുക്കണമെന്നില്ല. അപ്പോ ഇതൊരു ഫോർമുലമായിട്ട് ചിലരൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇതൊരു ചർച്ചയിൽ വെറുതെ ഞാൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമല്ല, മറിച്ച് ഇനിയും ചർച്ചകൾക്ക് ശേഷമേ ഈ കുറയ്ക്കുന്ന കാര്യത്തിൽ പോലും തീരുമാനം ഉണ്ടാകൂ എന്നാണോ? ഇത് ഞാനല്ല, മാനേജ്മെന്റ് അസോസിയേഷനായിട്ടല്ല ഇപ്പൊ ചർച്ച നടക്കുന്നത്. ചർച്ച നടക്കുന്നത് ഗവൺമെന്റും പ്രതിപക്ഷവും കൂടെ തമ്മിലാണ്. ഇപ്പൊ മൽപ്പിടുത്തം നടക്കുന്നത്. ഫീസ് കുറക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. കുറക്കൂലാണ് ഗവൺമെന്റ്, കുറക്കാൻ സാധ്യമല്ല, നിയമപരമായിട്ട് കുറക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് സ്റ്റാൻഡ്. നിയമപരമായിട്ട് കുറക്കാൻ പറ്റുകയില്ല, സുപ്രീം കോടതിയിൽ പോയിട്ട് അംഗീകാരം വാങ്ങിച്ചൊരു കരാറിന്. അപ്പൊ ആ നിലക്ക് അവിടെ നമ്മൾ ഫീസ് കുറക്കുക എന്നുള്ള സംഭവം നടക്കുന്നില്ല, മറിച്ച് എന്തെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ശരി, വളരെയധികം നന്ദി ശ്രീ ഫസൽ.